മാവേലിക്കരയിൽ മദ്യലഹരിയിൽ ഔദ്യോഗിക വാഹനം ഓടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ. ചെങ്ങന്നൂർ ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വാഹനം ഓടിച്ചത് അത്യന്തം അപകടകരമായ നിലയിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ അനധികൃത അവധിയിൽ പോയ മാന്നാർ സ്റ്റേഷനിലെ ഡ്രൈവറായ സ്വരാജ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനായതുമില്ല. മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാഹനത്തിൽ യൂണിഫോം ധരിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ച സംഭവത്തിലാണ് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. വകുപ്പുതല അന്വേഷണത്തിന് ഇന്നലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രൻ ഉത്തരവിട്ടിരുന്നു. ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്കായിരുന്നു അന്വേഷണ ചുമതല നൽകിയിരുന്നത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പ്രാഥമികമായി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ചെട്ടികുളങ്ങര കായംകുളം റോഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി മാന്നാർ SHOയെ വീട്ടിലാക്കിയ ശേഷം മടങ്ങി വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഈ വാഹനം, അതായത് മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഡ്രൈവറായ സ്വരാജ്, സ്റ്റേഷനിലെ തന്നെ ഡ്രൈവറായ സ്വരാജ് അലക്ഷ്യമായി ഓടിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നാട്ടുകാർ ഇതിന്റെ ദൃശ്യങ്ങളടക്കം പകർത്തിയിരുന്നു. റോഡിന്റെ ഇരുഭാഗത്തുമായി സിക്സാഗ് മോഷനിൽ വളരെ അപകടകരമായ രീതിയിലാണ് ഇയാൾ വാഹനം ഓടിച്ചിരുന്നത്. യൂണിഫോം ധരിച്ചിരുന്നു, ഒപ്പം പോലീസ് ജീപ്പാണ് ഉപയോഗിച്ചിരുന്നത്. തുടർന്ന് ഈ വാഹനം മാവേലിക്കര ഭാഗത്തേക്ക് നീങ്ങുകയും ഒരു ഘട്ടത്തിൽ ആ വാഹനം നിർത്തുകയും ചെയ്തു. ആ വാഹനം നിർത്തി ഛർദ്ദിച്ച ശേഷം വാഹനത്തിനകത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ ആളെയാണ് കാണുന്നത്, സ്വരാജിനാണ് കാണുന്നത്. തുടർന്ന് എത്തിയ പ്രദേശത്തുള്ള സമീപവാസികൾ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പക്ഷേ ആ സമയത്ത് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ വിളിച്ചുണർത്തി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മറിച്ച് മദ്യപിച്ച അടക്കമുള്ള പരിശോധനകൾക്കോ മറ്റ് കാര്യങ്ങൾക്കോ കൊണ്ടുപോകാതെയാണ് ഇയാളെ വാഹനവുമായി അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ വാഹനം പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ചെങ്ങന്നൂർ ഡിവൈഎസ്പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇയാൾ അനധികൃത അവധിയിലാണ് എന്നുള്ളതാണ്. സ്റ്റേഷനിൽ അവധിയെ സംബന്ധിച്ച വിവരം നൽകുകയോ ചെയ്തിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ചെങ്ങന്നൂർ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാൻ പോലും ഈ ഉദ്യോഗസ്ഥൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സസ്പെൻഷൻ അടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായതിന് സമാനമായ രീതിയിലുള്ള അത്യന്തം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.